നമസ്കാരം. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നിരന്തരമായി ഓരോ ദുരന്തങ്ങൾ കേരളത്തെ വിഴുങ്ങാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രളയം വന്നു, ഇപ്പോൾ ഉരുൾപൊട്ടൽ വയനാട്ടിലെ ഒരു ഗ്രാമപ്രദേശത്തെ മുഴുവൻ ഇല്ലാതാക്കി കഴിഞ്ഞു. അത് കഴിഞ്ഞ് കോഴിക്കോടും ഇതേപോലെ ചെറിയ രീതിയിലുള്ള ഉരുൾപൊട്ടൽ സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനിയും പല ഭാഗങ്ങളിലും ഉരുൾപൊട്ടൽ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരികയാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് മാത്രമാണ് ഇങ്ങനെ തുടരെ കേരളത്തിന്റെ ഈ ഒരു പരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രകൃതി വളരെ വലിയ അപകടങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതൊരു പക്ഷെ നമ്മളുടെ മുൻകാല ചെയ്തികൾക്കുള്ള ഫലം തന്നെയായിരിക്കാം. എങ്കിൽ പോലും കരുതലെടുക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ്, അതായത് ഉരുൾപൊട്ടലിന്റെ നേർചിത്രങ്ങളൊക്കെ കണ്ട് നമ്മൾ ഭയപ്പെട്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പേടിസ്വപ്നമായി മാറുന്ന ഒരു കാര്യമുണ്ട്. മുല്ലപ്പെരിയാർ വിഷയം. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഇപ്പോൾ വീണ്ടും ശക്തമായി കൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്കറിയാം, മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ കേരളത്തിന്റെ കാൽ ഭാഗവും നഷ്ടപ്പെടുമെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട മുല്ലപ്പെരിയാർ പൊട്ടാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ടെങ്കിൽ പോലും അതിന് സർക്കാർ നൽകുന്ന പ്രാധാന്യം അത്രത്തോളം ഉണ്ടോ എന്നുള്ളൊരു സംശയമാണ് ജനങ്ങൾക്ക് ഇത്ര വലിയ ഭീതി ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. എന്തായാലും ഇപ്പോൾ മുല്ലപ്പെരിയാർ ജലനിരപ്പ് ആശങ്കാജനകമായി ഉയർന്നിട്ടില്ല എങ്കിൽ പോലും വയനാട് ദുരന്തത്തിലെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ പൊട്ടുന്നത് എത്ര ഭീതിജനകമാകുന്നു എന്നുള്ള ചർച്ചകൾ സജീവമാകുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ മുല്ലപ്പെരിയാർ ചർച്ച വളരെ വലിയ രീതിയിൽ സജീവമായിട്ടുണ്ട്. 131.70 അടി വെള്ളമാണ് ഇപ്പോൾ അണക്കെട്ടിൽ ഉള്ളത് എന്നതാണ് കണക്ക്. ഇത് 136 അടിയിൽ എത്തിയാലേ പിൽവേ ഷട്ടറുകളുടെ ലെവലിലേക്ക് വെള്ളം എത്തുകയുള്ളൂ. അണക്കെട്ടിലെ അനുവദനീയമായ സംരക്ഷണ ശേഷി 142 അടി തന്നെയാണ്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ വിശദമായ പഠനം നടത്താൻ സുപ്രീം കോടതി 2010 നിയോഗിച്ച ജസ്റ്റിസ് AS ആനന്ദ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് 2014 അണക്കെട്ടിലെ ജലനിരപ്പ് 136 നിന്ന് 142 അടിയാക്കി ഉയർത്തിയത്. അണക്കെട്ടിന് ബലക്ഷയമുണ്ടെന്ന കേരളത്തിന്റെ വാദം കോടതി അംഗീകരിച്ചിട്ടില്ല. അണക്കെട്ടിന്റെ സുരക്ഷ കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കാൻ മേൽനോട്ട സമിതിക്കും സുപ്രീം കോടതി രൂപം നൽകിയിട്ടുണ്ട്. 5 അംഗമായിട്ടുള്ള ഈ സമിതിയെ സഹായിക്കാൻ 5 അംഗങ്ങളുള്ള ഉപസമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. ഈ സമിതികളുടെ പരിശോധനകൾ ഇടയ്ക്ക് നടക്കാറുണ്ടെങ്കിൽ പോലും ജനങ്ങളുടെ ആശങ്കയകറ്റാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും മുല്ലപ്പെരിയാർ വിഷയം കൂടുതൽ ഒന്നുകിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ തന്നെ പ്രതികരണം നൽകി, സർക്കാർ തന്നെ വിശദീകരണം നൽകുക, ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് വിഷയം. ഇനി അഥവാ സർക്കാരിന് ഇത് പറയാൻ സാധിക്കില്ല, മുല്ലപ്പെരിയാർ പൊട്ടാനുള്ള സാധ്യതയുണ്ട് എന്നാണെങ്കിൽ അതിന് വേണ്ടുന്ന നടപടികൾ എടുത്ത ഇവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കുക എന്നത് തന്നെയാണ് പറയാനുള്ളത്. എന്തായാലും മുല്ലപ്പെരിയാർ പുതിയ അണക്കെട്ട് വേണമെന്ന് തന്നെയാണ് കേരളത്തിന്റെ ആവശ്യം എന്ന് കൂടെ ഇതോടൊപ്പം റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കേരളത്തിന്റെ നീക്കത്തെ തമിഴ്നാട് സർക്കാർ എതിർക്കുകയാണെങ്കിലും കേരളം ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പുതിയ അണക്കെട്ട് എന്ന ആവശ്യം ഉന്നയിച്ച് കേരള നിയമസഭാ പ്രമേയം പാസാക്കിയിട്ടുണ്ട്. പുതിയ അണക്കെട്ടിനുള്ള നടപടികൾ പരിസ്ഥിതി അനുമതി തേടിയിട്ടുള്ള കേരളത്തിന്റെ അപേക്ഷ പരിഗണിക്കാനിരിക്കുന്ന യോഗം കാരണം വ്യക്തമാക്കാതെ പരിസ്ഥിതി മന്ത്രാലയം കഴിഞ്ഞ മെയ് 28 ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ, പൊതുവെ മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ള ഒരു പേടി എല്ലാ ജനങ്ങൾക്കും ഉണ്ട്. കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ആ ഒരു പേടി ഉണ്ട് ഉള്ളിൽ. അപ്പോൾ ആ മുല്ലപ്പെരിയാർ വിഷയത്തിൽ എന്താണ് സംഭവിക്കുന്നത്, ഇനി എന്തൊക്കെ സംഭവിക്കും എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള വിശദീകരണം നൽകിക്കൊണ്ട് ജനങ്ങളുടെ മനസമാധാനം നിലനിർത്തേണ്ടത് സർക്കാരാണ്. നിലവിൽ ഇപ്പോൾ പ്രശ്നമുണ്ടെങ്കിലും ഇല്ല എങ്കിലും മുല്ലപ്പെരിയാർ വിഷയം എന്നത് ജനങ്ങൾക്കുള്ളിൽ ഭീതി പടർത്തുന്ന ഒരു വിഷയമായതിനാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം സർക്കാർ ഉടൻ തന്നെ നൽകണമെന്നും, ഇനി അഥവാ ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ നടപടികൾ കൈക്കൊള്ളണമെങ്കിൽ അത് ഉടൻ തന്നെ കൈക്കൊള്ളണമെന്നും തന്നെയാണ് പറയാനുള്ളത്. കാരണം ചെറിയൊരു പ്രദേശം നശിച്ചപ്പോൾ നമ്മൾ കണ്ടു വയനാട്ടിൽ എത്രയോളം മനുഷ്യരാണ് മരിച്ചത് എന്ന്. അപ്പോൾ പിന്നെ ഒരു മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഇത്രയും വലിയൊരു അണക്കെട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ഈ കേരളം തന്നെ ഇല്ലാതാകാനുള്ള സാഹചര്യമുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം. അപ്പോൾ ആ ഒരു ഭീതി ജനങ്ങളിൽ നിന്ന് മാറ്റാൻ വേണ്ടി സർക്കാർ തന്നെ അതിന് വേണ്ടുന്ന ഒന്നും വേണ്ട ഒരു വിശദീകരണമോ അല്ലെങ്കിൽ ഒരു ബോധവൽക്കരണമോ എങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന് തന്നെയാണ് പറയാനുള്ളത്.